നമസ്കാരം. പ്രധാന വാർത്തകൾ. ചെമ്മനരുവിയിൽ ഉരുൾപൊട്ടൽ, മലയോര മേഖല ഒറ്റപ്പെട്ടു. ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് തേയിലപ്പുരയിൽ പി മീരാപിള്ള അന്തരിച്ചു. കൂടംകുളം മാടക്കത്തറ വൈദ്യുത ലൈനെതിരെ ആക്ഷൻ കൗൺസിൽ രംഗത്ത്. വാർത്തകൾ വിശദമായി. ചെമ്പനരുവി കുട്ടത്തിമലയിലെ ഉരുൾപൊട്ടൽ മലയോര മേഖല സ്തംഭിച്ചു. പ്രദേശം ഒറ്റപ്പെട്ടു. ചെമ്പനരുവിക്കും മുള്ളുമലയ്ക്കുമിടയിൽ വനത്തിനുള്ളിൽ കുട്ടത്തിമലയിൽ ഇന്നലെയുണ്ടായ ഉരുൾപൊട്ടലിൽ SFCKയ്ക്കും ചെമ്പനരുവി മുള്ളുമല മേഖലയിലും ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഉരുൾപൊട്ടൽ മൂലമുണ്ടായ വെള്ളപ്പാച്ചിലിൽ അലിമുക്ക് അച്ചൻകോവിൽ റോഡിന്റെ ഭാഗത്തുള്ള SFCK 80 ഭാഗത്തെ കോൺക്രീറ്റ് പാലം തകരുകയും പാലത്തിന്റെ ചില ഭാഗങ്ങൾ ഒലിച്ചു പോവുകയും ചെയ്തു. ഇതുമൂലം ചെമ്പനരുവി, അച്ചൻകോവിൽ, ചെരുപ്പിട്ടകാവ് എന്നീ പ്രദേശങ്ങൾ ഒറ്റപ്പെടുകയും വാർത്താവിനിമയ സംവിധാനങ്ങൾ നിശ്ചലമാവുകയും ചെയ്തു. അച്ചൻകോവിൽ വനത്തിലെ ഉരുൾപൊട്ടൽ മൂലം അച്ചൻകോവിൽ ആറ്റിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. വലിയ ശബ്ദത്തോടെയാണ് മലവെള്ളപ്പാച്ചിലുണ്ടായത്. മുക്കടവാറ്, ചാലിയക്കരയാറ് എന്നിവയും നിറഞ്ഞു കവിഞ്ഞു. അനേകം മരങ്ങൾ കടപുഴകി വീണു. നിർത്താതെ പെയ്ത കനത്ത മഴയെ തുടർന്നാണ് ഉരുൾപൊട്ടലുണ്ടായത്. 1992 ചെമ്പനരുവിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ പ്രദേശം വൻ തകർച്ചയെ നേരിടുകയും വീടിന് മുകളിലൂടെ വെള്ളമൊഴുകി 2 പേർ മരിക്കുകയും ചെയ്തു. പോപ്സൺ കമ്പനിയുടെ ആന ഒഴുക്കിൽപ്പെടുകയും ചെയ്തിരുന്നു. KSRTC ഉൾപ്പെടെ എല്ലാവിധമായ ഗതാഗത സംവിധാനങ്ങളും നിർത്തലാക്കിയിരിക്കുകയാണ്. ചെമ്പനരുവിക്കും മുള്ളുമലയ്ക്കും ഇടയിലുള്ള കുട്ടത്തിമലയിലെ പാലം തകർന്നതോടെ ഇനി പുതിയ പാലം നിർമ്മിക്കാതെ ഈ മേഖലയിലേക്ക് യാത്ര അസാധ്യമാകും. ഇന്നലെയുണ്ടായ ഉരുൾപൊട്ടലിലെ മലവെള്ളപ്പാച്ചിലിൽ മുക്കടവിൽ കെട്ടിയിരുന്ന 2 വള്ളങ്ങൾ ഒഴുകിപ്പോയി. നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഉരുൾപൊട്ടൽ നടന്ന സ്ഥലം CPI മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് S വേണുഗോപാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ലതാ C നായർ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, ജനപ്രതിനിധികൾ, റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവരും സന്ദർശിച്ചു. പാലം തകർന്ന സാഹചര്യത്തിൽ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ സമാന്തര പാത നിർമ്മിച്ച് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് അടിയന്തര തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ടെന്ന് SFCK ബോർഡ് അംഗം K വാസുദേവൻ അറിയിച്ചു. ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ ചെമ്പനരുവി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികളും അയ്യപ്പ ഭക്തരും അടങ്ങുന്ന യാത്രാ സംഘത്തിന്റെ യാത്ര ഇനിയും ദുരിതപൂർണ്ണമാണ്. ഞങ്ങളുടെ പ്രതിനിധി ഷാജഹാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കിഴക്കൻ മലയോര മേഖലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഴ നേരിയ തോതിൽ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. വനത്തിലെ വൃഷ്ടി പ്രദേശങ്ങളിലുണ്ടായ മഴയെ തുടർന്ന് അച്ചൻകോവിലാറും സമീപ പ്രദേശങ്ങളിലെ അരുവികളും നിറഞ്ഞാണ് ഒഴുകിയത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 2:45 ഉണ്ടായ മലവെള്ളപ്പാച്ചിലിൽ കോട്ടക്കയത്ത് നിന്നും ചെമ്പനരുവിയിലേക്കുള്ള യാത്രാമധ്യേ ഏകദേശം 1.5 കിലോമീറ്റർ അകലെയുള്ള മുള്ളുമല 80 പാലമാണ് തകർന്നു വീണത്. 3:45 ഭയങ്കര മഴയായിരുന്നു. ഭയങ്കര മഴ വെച്ചാൽ വെള്ളം കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് പടവൊന്ന് സൗണ്ട് കേട്ട് പാലം ഇടിഞ്ഞതാണ്. ഇടിഞ്ഞ് വന്നപ്പോഴേ വെള്ളം വലിഞ്ഞു മാറി. കടക്കത്തുള്ള വെള്ളം വലിഞ്ഞു. കടക്കത്തിലെ വെള്ളം കയറി ഒലിച്ചു പോയി. എവിടെ നിന്നായിരുന്നു വെള്ളം? വെള്ളം മഞ്ഞ 2 മലയിൽ നിന്ന്, അപ്പുറത്തെ മലയിൽ നിന്ന് ഈ മലയിൽ നിന്നാണ് വന്നത്. ഇന്ന് പൊട്ടിയതല്ല, പല വെള്ളം വന്നത്. ഇന്ന് പൊട്ടിയതല്ല, മലവെള്ളം വന്നു. പിന്നെ അപ്പോഴും തന്നെ ആൾക്കാരെല്ലാം വന്ന് ഇന്ന സാധനങ്ങളെല്ലാം പറക്കി മാറ്റി വെള്ളം. SFCKയുടെ അധീനതയിലുള്ള ഈ റോഡിലൂടെയാണ് ചെമ്പനരുവി, ചെരുപ്പിട്ടകാവ്, ശിവസാനു തുടങ്ങിയ മേഖലകളിലേക്കുള്ള യാത്രാസഞ്ചാരം. ദിവസേന 100 കണക്കിന് വിദ്യാർത്ഥികളടങ്ങുന്ന യാത്രക്കാർ ഈ റോഡാണ് പ്രധാനമായും സഞ്ചാരത്തിനായി ആശ്രയിക്കുന്നത്. ഈ റോഡിലെ പ്രധാന പാലമാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങൾ പോലും കടന്നുപോകാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. വർഷങ്ങൾക്ക് മുൻപുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ ഇതേ പാലം തകർന്നിരുന്നു. അതിനുശേഷം നിർമ്മിച്ച ഈ പാലം ഇപ്പോൾ മറ്റൊരു മലവെള്ളപ്പാച്ചിലിൽ തകർന്നിരിക്കുകയാണ്. SFCKയുടെ അധീനതയിലുള്ള പാലമായതിനാൽ PWDക്കോ പഞ്ചായത്തിനോ ഇക്കാര്യത്തിൽ ഇടപെടാനുമാകില്ല. ശബരിമല തീർത്ഥാടന കാലമായതിനാൽ ഭക്തർക്ക് യാത്രാക്ലേശം ഇതോടെ രൂക്ഷമാകാനും സാധ്യതയുണ്ട്. പഞ്ചായത്ത് അധികൃതരും ജില്ലാ പഞ്ചായത്ത് അംഗവും SFCKയുടെ ഉദ്യോഗസ്ഥരും സംഭവസ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി ഉടൻ തന്നെ പരിഹാരം സാധ്യമാക്കുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. ജില്ലാ കളക്ടറും SFCKയുടെ MDയും തമ്മിൽ ആലോചിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഉടൻ തന്നെ ഈ പാലം പുതുക്കിപ്പണിയുകയോ സമാന്തരമായി പാത നിർമ്മിക്കുകയോ ചെയ്തില്ലെങ്കിൽ വിദ്യാർത്ഥികളും അയ്യപ്പ ഭക്തന്മാരുമടക്കം നിരവധി പേരുടെ യാത്രാമാർഗം തീർത്തും തടസ്സപ്പെടുമെന്നതിൽ സംശയമില്ല.